Hi students, welcome to Competitive Cracker. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം ഡിഗ്രി മെയിൻസിൻ്റെ എക്സാമിൽ പലതരം സിലബസിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. അന്നത്തെ ഹിസ്റ്ററി വരാം, എക്കണോമിക്സ് വരാം, ജോഗ്രഫി വരാം, എൻവോൺമെൻറ്റ് വരാം, കറണ്ട് അഫയേഴ്സ് വരാം. അതിലെന്തായാലും ക്വസ്റ്റ്യൻസ് കുറേ കൂടെ ട്രിക്കി ആവാം, അല്ലെങ്കിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കണ്ടോ, എൻവോൺമെൻറ്റ്. അപ്പോൾ ഡിഗ്രി മെയിൻസിൽ എങ്ങനെയൊക്കെ എൻവോൺമെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്, അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഡയറക്റ്റ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനാണ് ചാൻസ് ഉള്ളത്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. നോക്കണേ, ഭിത്തർകനിക്ക അതെവിടെയാണ്? ഒഡീസ. സോൾട്ട് വാട്ടർ ക്രോക്കോഡൈൽ. ഡെസേർട്ട് നാഷണൽ പാർക്ക് അതെവിടെയാണെന്ന് വെച്ചാൽ എവിടെയായിരിക്കും സംഭവം? രാജസ്ഥാനിലായിരിക്കും. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ്. ഇരവികുളം നാഷണൽ പാർക്ക് അതെവിടെയാണ്? കേരള. ദാറ്റ് ഈസ് സംതിങ് റിഗാർഡിംഗ് ഹുലിക് ഗിബൺ. ഇനി ചോദ്യമാണ്, വിച്ച് ഓഫ് ദ പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? അതിൻ്റെ അർത്ഥം എന്താ? ഒരു നാഷണൽ പാർക്കിൽ ആ അനിമൽ ഉണ്ടോ അതോ ഇല്ലയോ, അതാണ് ചോദ്യം. അപ്പോൾ ഭിത്തർകനിക്ക നാഷണൽ പാർക്ക് ഒഡീസ, യു വിൽ സി സോൾട്ട് വാട്ടർ ക്രോക്കോഡൈൽ. അത് ശരിയാണ് അല്ലേ. ഡെസേർട്ട് നാഷണൽ പാർക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡിനെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ബട്ട് ഗോ ടു ഇരവികുളം നാഷണൽ പാർക്ക്, ദറ്റ് ഈസ് കേരള, യു വിൽ ഫൈൻഡ് ഹുലിക് ഗിബൺ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ് അല്ലേ. ഇഫ് യു ഗോ ടു ഇരവികുളം നാഷണൽ പാർക്ക്, അവിടെ എന്തായിരിക്കും കാണാൻ ചാൻസ് ഉള്ളത്? ദറ്റ് ഈസ് നീൽഗിരി ഥാർ. അതല്ലേ കാണാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇനി നോക്കിയേ, വിച്ച് ഓഫ് ദ ഫേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? 1 only, 1 and 2 only, 2 only, അതോ 1, 2 and 3? അപ്പോൾ കറക്റ്റ്ലി മാച്ച് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം ആണ് വരേണ്ടത്. അപ്പോൾ 1 ആൻസർ ഈസ് ബി. 1 and 2 only ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് ശരിക്കും എന്താ ടോപ്പിക്? നോർമലി നമ്മളിപ്പോൾ പ്രിലിംസിൽ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ എന്ത് പഠിക്കുമായിരുന്നു? നാഷണൽ പാർക്ക് പഠിക്കുമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ബയോസ്ഫിയർ റിസർവ് പഠിക്കുമായിരുന്നു. ഇപ്പോൾ എക്സാമിൽ ട്രിക്കി ആകുമ്പോൾ എന്താ ചാൻസ് ഉള്ളത്? ഒരു നാഷണൽ പാർക്ക് തന്നിട്ട് അവിടെ ഈ അനിമൽ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ബയോസ്ഫിയർ റിസർവ് തന്നിട്ട് ഈസ് ദിസ് അനിമൽ ഓർ ബേർഡ് ഫൗണ്ട് ഇൻ ദാറ്റ് ബയോസ്ഫിയർ റിസർവ്, അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്ലിയർ? അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ മെയിൻസ് ടൈപ്പ് ഓഫ് എക്സാം. അപ്പോൾ ആൻസർ എന്താ വരണ്ടേ? 1 ആൻസർ ഈസ് ബി. 1 and 2 only ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. അത് തന്നെയാണോ? ആൻസർ ഈസ് 1 and 2 only ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ദ ഇരവികുളം നാഷണൽ പാർക്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊട്ടക്ട് വാട്ട്? നീൽഗിരി ഥാർ അല്ലെങ്കിൽ വൈൽഡ് ഗോട്ട്. അപ്പോൾ ഇഫ് യു ആർ സ്റ്റഡിങ് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അത് നോക്കണേ എനി എൻഡിമിക് അനിമൽ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അനിമൽ അല്ലെങ്കിൽ ഫ്ലോറ ഫൗന അവിടെ കിട്ടുന്നുണ്ടോ, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത നോക്കാം ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈറ്റ് ഫോർ ഇൻസിറ്റു മെത്തേഡ് ഓഫ് കൺസർവേഷൻ ഓഫ് ഫ്ലോറ? അതിൻ്റെ അർത്ഥം എന്താ? ഒന്ന് ഇൻസിറ്റു, മറ്റേതോ അപ്പോൾ എക്സിറ്റു എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒന്ന് അതിൻ്റെ നാച്ചുറൽ എൻവോൺമെൻറ്റിലായിരിക്കും വളർത്തുക, ഇൻ ദ നാച്ചുറൽ എൻവോൺമെൻറ്റ്, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ഇൻ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് ദാറ്റ് ഫൗന അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എൻ ഇൻസിറ്റു ഫോർ ഓർ ഫ്ലവർ. അല്ലെങ്കിലോ എക്സ്റ്റർണൽ, അതിൻ്റെ നാച്ചുറൽ എന്താ പറയുക എൻവോൺമെൻറ്റ് അല്ലാതെ അല്ലെങ്കിൽ നാച്ചുറൽ ഹാബിറ്റൽ അല്ലാതെ വേറെ രീതിയിൽ, അതാണ് എക്സ്റ്റർണൽ ടൈപ്പ് ഓഫ് എൻവോൺമെൻറ്റ്. അപ്പോൾ ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സൈറ്റ് ഫോർ ഇൻസിറ്റു. അപ്പോൾ ഇതിൽ നാച്ചുറൽ എൻവോൺമെൻറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോസ്ഫിയർ റിസർവ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ്. ബൊട്ടാനിക്കൽ ഗാർഡൻ അത് ഇൻസിറ്റുവിൽ വരത്തില്ല. നാഷണൽ പാർക്ക് അതെന്തായാലും വരും. വൈൽഡ് ലൈഫ് സാങ്ച്വറി അതെന്തായാലും വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നോട്ട് എ സൈറ്റ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താ വരേണ്ടത്? എല്ലാം കട്ട് ചെയ്യുമ്പോൾ ആൻസർ ഷുഡ് ബി ബി. ബൊട്ടാനിക്കൽ ഗാർഡൻ ഈസ് നോട്ട് എ സൈറ്റ് ഫോർ ഇൻസിറ്റു. അപ്പോൾ ഇൻസിറ്റുവിൽ ഏതൊക്കെ വരാനാ ചാൻസ് ഉള്ളത്? ഒന്ന് ബയോസ്ഫിയർ റിസർവ്, അത് വരാം. പിന്നെ നാഷണൽ പാർക്ക്, then wildlife sanctuaries,
സാങ്ച്വറി. അപ്പോൾ എക്സിറ്റു ഔട്ട്സൈഡ് ദി നാച്ചുറൽ ഹാബിറ്റാറ്റ്. അതിലപ്പോൾ ആദ്യം ഏത് വരാം? ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡൻ അതൊരെണ്ണം വരാമല്ലോ. അതല്ലാതെ ഇനിയും വല്ലതും ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ പറയാം ദാ സൂ, അത് എക്സിറ്റു അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഇതും പറയാം, അക്വേറിയം. പിന്നെ നമുക്ക് ഇതും പറയാം, സീഡ് ബാങ്ക്. ഇതെല്ലാം എന്തിൽ വരാം? ദീസ് ആർ എക്സിറ്റു. അപ്പോൾ സീ ദ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈറ്റ് ഫോർ ഇൻസിറ്റു മെത്തേഡ് ഓഫ് കൺസർവേഷൻ ഓഫ് ഫ്ലോറ? ആൻസർ ഈസ് ബൊട്ടാനിക്കൽ ഗാർഡൻ. അതെന്താണ്? അത് എക്സിറ്റു ആണ്. അപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡൻ, സൂ, aquarium, seed bank, those are ex-situ method of conservation of flora. അപ്പോൾ ആൻസർ ഷുഡ് ബി ബൊട്ടാനിക്കൽ ഗാർഡൻ. അത് തന്നെയാണോ? ആൻസർ ഈസ് ബൊട്ടാനിക്കൽ ഗാർഡൻ. സൂ ആൻഡ് ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആർ ദ മോസ്റ്റ് കൺവെൻഷണൽ മെത്തേഡ് ഓഫ് എക്സിറ്റു കൺസർവേഷൻ. അതല്ലാതെ ഞാൻ വേറെ തന്നായിരുന്നു അല്ലേ, അക്വേറിയം, സീഡ് ബാങ്ക്, അതും പറയാം കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത നോക്കാം. In which of the following categories of protected areas in India are local people not allowed to collect and use biomass? അപ്പോൾ in some places the local people are allowed to collect biomass, but ചില സ്ഥലത്ത് അതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. അതാണ് ചോദ്യം. അപ്പോൾ in which of the following categories of protected areas in India are local people not allowed, ശ്രദ്ധിക്കണേ, not allowed to collect and use the biomass? ബയോസ്ഫിയർ റിസർവ് അവിടെ പറ്റും, നാഷണൽ പാർക്ക് അവിടെ പറ്റത്തില്ല, വെറ്റ്ലാൻഡ് ദറ്റ് ഈസ് സംസാർ കൺസർവേഷൻ അവിടെ പറ്റും, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അവിടെയും പറ്റും. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പറ്റാത്ത സ്ഥലമല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഷുഡ് ബി നാഷണൽ പാർക്ക്. അപ്പോൾ in which of the following categories of protected areas in India are local people not allowed to collect and use the biomass? Answer is 3B. National Park is the right answer. In national parks, local people are not allowed to collect and use the biomass. Clear? Next. In which of the following state is lion-tailed macaw, അല്ലെങ്കിൽ നമ്മുടെ സിംഹവാലൻ കുരങ്ങ് അല്ലേ, found in its natural habitat? എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, ഇപ്പോൾ നോക്കിയേ, മോസ്റ്റ്ലി ലയൺ ടെയിൽഡ് മെക്കാവ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ ഗാർഡ്സ്. ഇതാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ ഗാർഡ്സിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ തമിഴ്നാടു വരുന്നുണ്ടോ? വെസ്റ്റേൺ ഗാർഡ്സിൽ വരുന്നുണ്ട്. കേരള വെസ്റ്റേൺ ഗാർഡ്സ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. കർണാടക വരുന്നുണ്ടോ? വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, ഡസ് ഇറ്റ് കംസ് അണ്ടർ വെസ്റ്റേൺ ഗാർഡ്സ്? നോ, ഇറ്റ് കംസ് അണ്ടർ ഈസ്റ്റേൺ ഗാർഡ്സ്. അപ്പോൾ അത് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ 1 വരും, 2 വരും, 3 വരും അല്ലേ, തമിഴ്നാടു, കേരള ആൻഡ് കർണാടക. അപ്പോൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഈസ് ലയൺ ടെയിൽഡ് മെക്കാവ് ഫൗണ്ട് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്റാറ്റ്? 1, 2, 3 വരാൻ ചാൻസ് ഉള്ളത്. അങ്ങനത്തെ ഓപ്ഷൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. ആൻസർ ഈസ് 1, 2 and 3 ഓൺലി ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 1, 2 and 3 ഓൺലി ആണ് വരേണ്ടത്. അത് ശരിയാണോ നോക്കാം. ആൻസർ ഈസ് 1, 2 and 3 ഓൺലി. വൈ? ലയൺ ടെയിൽഡ് മെക്കാവ് ഈസ് എൻ എൻഡേഞ്ചേർഡ് പ്രൈമേറ്റ് ദാറ്റ്സ് നേറ്റീവ് ടു വെസ്റ്റേൺ ഗാർഡ്സ്. കണ്ടോ, ചിലപ്പോൾ പറ്റിക്കാൻ വേണ്ടി 1 ഓൺലി എന്ന് പറഞ്ഞൊരു ഓപ്ഷനൊക്കെ ഇടുവേ, അതുണ്ടോ? കണ്ടോ, 2 ഓൺലി കേരള ഉണ്ട്, അങ്ങനെ ചിലപ്പോൾ പറ്റിക്കും. അപ്പോൾ ലയൺ ടെയിൽഡ് മെക്കാവ് ഈസ് എൻ എൻഡേഞ്ചേർഡ് പ്രൈമേറ്റ് that is native to western ghats. Clear? Fine. Next question. ഇത് നോക്കണേ. വിച്ച് above are naturally found in India എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഏറ്റവും ട്രിക്കി ആവുന്നത്. ഇത് കുറേ കൂടെ റീഡിങ് ഹാബിറ്റ് നിങ്ങൾക്ക് കൊണ്ടാവണം. സി, സ്റ്റാർ ടോട്ടോയിസ്, മോണിറ്റർ ലിസാർഡ്, പിഗ്മി ഹോഗ്, സ്പൈഡർ മങ്കി. സ്റ്റാർ ടോട്ടോയിസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഉണ്ടോ? ഉണ്ട് അല്ലേ. കുറച്ച് കേരളത്തിൽ, തമിഴ്നാടു ആ ഭാഗത്തൊക്കെ കാണുന്നുണ്ട് സംഭവം. മോണിറ്റർ ലിസാർഡ് മോസ്റ്റ്ലി ഡെസേർട്ടിലൊക്കെ കാണാം സംഭവം. അതിനകത്ത് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്, എന്താ പറയുക, ബംഗാൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് സംഭവം. രാജസ്ഥാൻ മോണിറ്റർ ലിസാർഡ് അവിടെയൊക്കെ കാണുന്നുണ്ട്. പിഗ്മി ഹോഗ് മോസ്റ്റ്ലി യു വിൽ സീ ഇൻ ആസാം ആ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. സ്പൈഡർ മങ്കി നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ആണോ? അല്ല. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദേ ആർ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ടഫ്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ സീ ദ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ്: സ്റ്റാർ ടോട്ടോയിസ്, മോണിറ്റർ ലിസാർഡ്, പിഗ്മി ഹോഗ്, സ്പൈഡർ മങ്കി.
വിച്ച് എബോ ആർ നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ? അങ്ങനെ നോക്കുമ്പോൾ സ്പൈഡർ മങ്കി ഈസ് നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. നാച്ചുറലി ഫൗണ്ട് ഇന്ത്യ ഏതൊക്കെയാണ്? ഒന്ന് വരണം സ്റ്റാർ ടോർട്ടോയിസ്, രണ്ടാമത്തെ മോണിറ്റർ ലിസാർഡ്, മൂന്നാമത്തെ പിഗ്മി ഹോഗ് വരണം. 1ഉം 2ഉം 3ഉം ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ആൻസർ ഈസ് 5A. 1, 2 and 3 only is the right answer. 5 answer is A. 1, 2 and 3 only is the right answer. അപ്പോൾ ഇനി നോക്കിയേ, സ്പൈഡർ മങ്കി ഈസ് ദ ഇൻഹാബിറ്റന്റ് ഓഫ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക. കിട്ടിയോ എക്സ്പ്ലനേഷൻ? Spider monkey is the inhabitant of tropical forest of Central and South America. The answer is 1, 2 and 3 only is the right answer. Next, consider the following pairs. Nokrek Biosphere Reserve. Nokrek Biosphere Reserve എവിടെയാണെന്ന് വെച്ചാൽ that is in Meghalaya. Loktak Lake വളരെ ഫേമസ് ആണല്ലേ. The only floating national park in the world, Kaibul Lamjau National Park. അത് ഏത് ലേക്കിലാണ്? ലോക്ടാക്കിലാണ്. ലോക്ടാക്ക് ലേക്ക് എവിടെയാണ്? മണിപ്പൂരിലാണ്. നെക്സ്റ്റ്, നംദഫ നാഷണൽ പാർക്ക് അത് എവിടെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻ അരുണാചൽ പ്രദേശ്. ദാറ്റ് ഈസ് ഇൻ അരുണാചൽ പ്രദേശ്. നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. നോക്രേക്ക് ബയോസ്ഫിയർ റിസർവ് ഗാരോ ഹിൽസ്, ലോക്ടാക്ക് ലേക്ക് ദാറ്റ് ഈസ് മണിപ്പൂർ ബറൈൽ റേഞ്ച്, നംദഫ നാഷണൽ പാർക്ക് ഡഫ്ല ഹിൽസ്. വിച്ച് ഓഫ് ദി എബോ പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? 1 എന്തായാലും വരും അല്ലേ, അത് വരാൻ ചാൻസ് ഉണ്ട്. ലോക്ടാക്ക് ലേക്ക് ബറൈൽ റേഞ്ചിലല്ല സംഭവം. നംദഫ നാഷണൽ പാർക്ക് അതുമല്ല. ഇനി ഏതാ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ ഈസ് 1 ഓൺലി. നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് വന്നിരുന്നെങ്കിൽ 2 and 3 ഓൺലി വന്നേനെ. അപ്പോൾ നോക്രാക്ക് ബയോസ്ഫിയർ റിസർവ് ദാറ്റ് ഈസ് എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ മെഘാലയ, ദാറ്റ് ഈസ് ഇൻ ഗാരോ ഹിൽസ് ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. അപ്പോൾ 6 ആൻസർ ഷുഡ് ബി A. 1 ഓൺലി should be the right answer. അത് ശരിയാണോ? ആൻസർ ഈസ് A. 1 only is the right answer. കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് കണ്ടോ? എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ മാറ്റി മറിച്ചും ചോദിക്കാം. ക്ലിയർ? അപ്പോൾ നോക്കിയേ, നമ്മളിത് ഏതിനു വേണ്ടി ഇപ്പോൾ പഠിക്കുന്നത്? ഡിഗ്രി മെയിൻസിൻ്റെ സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പോൾ പുതിയ ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ദെയർ, സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സസ്. എങ്ങനെയാണോ സിലബസ്, ആ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് വീക്ക്ലി എക്സാംസ്, ലൈവ് ക്ലാസ്സസ് വിൽ ബി ദെയർ, മെൻറ്റർഷിപ്പ് പ്രോഗ്രാം കാണും, പിന്നെ നോട്ട്സ് എന്തായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻസ് വിൽ ബി ദെയർ, റെക്കോർഡഡ് ക്ലാസ്. അപ്പോൾ ഫുൾ പാക്കേജ് ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് ഫോർ ഡിഗ്രി മെയിൻസ് എക്സാം. അപ്പോൾ എനി ഡൗട്ട്സ് റിഗാർഡിങ് എനി കോഴ്സ് കോൺടാക്ട് ചെയ്യുക നമ്പറിൽ, നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയയും കിട്ടും. സംഭവം ക്ലിയർ അല്ലേ? ഫൈൻ. അടുത്ത നോക്കാം. Which one of the following is the correct sequence of ecosystem in the order of decreasing productivity? അപ്പോൾ എവിടെയാണോ പ്രൊഡക്ടിവിറ്റി കൂടുതൽ അത് വെച്ചിട്ട് ഡിക്രീസിങ് ഓർഡർ. അപ്പോൾ കൂടുതൽ, പിന്നെ കുറച്ച്, പിന്നെ കുറച്ച്, പിന്നെ കുറച്ച്. ഇൻക്രീസിങ് ആണെങ്കിൽ ആദ്യം കുറവ്, പിന്നെ കൂടുതൽ, അങ്ങനെയാണല്ലോ സംഭവം. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഇക്കോസിസ്റ്റം ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് പ്രൊഡക്ടിവിറ്റി? ഓഷ്യൻസ്, ലേക്ക്, ഗ്രാസ്ലാൻഡ്, മാംഗ്രോവ്. ഓഷ്യൻസിലാണ് ഏറ്റവും കുറവ് പ്രൊഡക്ടിവിറ്റി വരുന്നത്. അപ്പോൾ എന്തായാലും അത് വരാൻ ചാൻസ് ഇല്ല. ഇവിടെ ഡിക്രീസിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി വരുന്നത് എവിടെയാണെന്നറിയോ? അത് മാംഗ്രോവ്സിലാണ്. അപ്പോൾ മാംഗ്രോവ്സ് എവിടെയെങ്കിലും ഉണ്ടോ? ബിയിലുണ്ട്, സിയിലുണ്ട്. അപ്പോൾ എയും ഡിയും കട്ടായി, എന്തായാലും അത് വരത്തില്ല. കണ്ടോ? ഡിക്രീസിങ് ആയതുകൊണ്ടാണ്, ഇൻക്രീസിങ് അല്ല. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഓഷ്യൻസിലാണ് ഏറ്റവും കുറവ് പ്രൊഡക്ടിവിറ്റി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഷ്യൻസ് അവസാനം വരണം. ഓഷ്യൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതും തെറ്റാണ് അല്ലേ? അപ്പോൾ എന്താ വരണ്ടേ? ഇറ്റ് ഷുഡ് ബി മാംഗ്രോവ്സ്, അവസാനം ഓഷ്യൻസ്. ഇതാണ് വരേണ്ടത്. അപ്പോൾ എ കട്ടായി, ബി കട്ടായി, ഡി കട്ടായി, അവസാനം നമ്മൾ എവിടെ എത്തി? സിയിലെത്തി. അപ്പം മാംഗ്രോവ്സ്, ഗ്രാസ്ലാൻഡ്, ലേക്ക്, ഓഷ്യൻസ്. കണ്ടോ? അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഇക്കോസിസ്റ്റം ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി? ഇറ്റ് ഷുഡ് ബി മാംഗ്രോവ്സ്, grasslands, lakes, oceans. If they are asking in the increasing productivity, അപ്പം എന്ത് വന്നേനെ? ഓഷ്യൻസ്, ലേക്സ്, ഗ്രാസ്ലാൻഡ്, മാംഗ്രോവ്. ഇത് ഡിക്രീസിംഗ് ആണ്. അപ്പം മാംഗ്രോവ്സ്, ഗ്രാസ്ലാൻഡ്സ്, ലേക്സ്, ഓഷ്യൻസ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം 7 ആൻസർ ഈസ് സി. സി തന്നെയാണോ? സി ആണ്. മാംഗ്രോവ്സ്, ഗ്രാസ്ലാൻഡ്സ്, ലേക്സ്, ഓഷ്യൻസ്. ക്ലിയർ? അടുത്ത് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഫൗന ഇൻ ഇന്ത്യ. ഘറിയാൽ, leatherback turtle, swamp deer. Which of the above are endangered? എപ്പോഴും ആലോചിച്ചോണേ,
ഒരു IUCN ഒരു ബുക്കുണ്ട്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ ഒരു ബുക്കുണ്ട്, റെഡ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് എൻഡേഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, എക്സ്റ്റിൻറ്റ് ഇൻ ദ വൈൽഡ്, അങ്ങനെ ചില അനിമൽസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴും ചില സമയത്ത് എക്സാമിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യമാണിത്. കൺസിഡർ ദ ഫോളോയിങ് ഫൗന ഇൻ ഇന്ത്യ. വിച്ച് ഓഫ് ദി എബോവ് ആർ എൻഡേഞ്ചേർഡ് ഫൗനാസ്? ഘറിയാൽ ഒരു എൻഡേഞ്ചേർഡ് ആണോ? ആണ്. ലെതർ ബാക്ക് ടേർട്ടിൽ എൻഡേഞ്ചേർഡ് ആണോ? ആണ്. സ്വാമ്പ് ഡിയർ എൻഡേഞ്ചേർഡ് ആണോ? ആണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം എല്ലാം എൻഡേഞ്ചേർഡ് ആണ്. അത് ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ആൻസർ ഷുഡ് ബി സി. 1, 2 and 3, all 3 are endangered. അപ്പോൾ ഘറിയാൽ, ലെതർ ബാക്ക് ടേർട്ടിൽ, സ്വാമ്പ് ഡിയർ ആർ ഓൾ എൻഡേഞ്ചേർഡ്. അപ്പോൾ 8 ആൻസർ ഈസ് സി. 1, 2 and 3 ഈസ് ദ റൈറ്റ് ആൻസർ. അത് തന്നെയാണോ വരുന്നത്? അത് തന്നെയാണ്. കണ്ടോ, ഇതൊക്കെ ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻ ഗ്ലാൻഡ്. ഗ്ലാൻഡ് ഇസ് എ പ്ലേസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ആൻസർ ഈസ് 1, 2 and 3 എല്ലാം ശരിയാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഇഫ് യു വാക്ക് ത്രൂ എ കൺട്രി സൈഡ്, ഇങ്ങനെ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തരും, എന്നിട്ട് ആൻസർ വളരെ ചെറുതായിരിക്കും. യു ആർ ലൈക്ലി ടു സീ സം ബേർഡ്സ് സ്റ്റോക്കിംഗ് അലോങ് സൈഡ് ദ കാറ്റിൽ. അപ്പോൾ കാറ്റിൽ ഇങ്ങനെ ചവിട്ടി പോകുമ്പോഴത്തേക്കും കണ്ടോ, ഇൻസെക്ട്സ് ഡിസ്റ്റർബ്ഡ് ആവും ബൈ ദർ മൂവ്മെൻറ്റ്സ് ത്രൂ ഗ്രാസസ്. അപ്പോൾ അതെന്ത് ചെയ്യും? അതെടുത്ത് തിന്നുമായിരിക്കും. അപ്പോൾ ഇഫ് യു വാക്ക് ത്രൂ എ കൺട്രി സൈഡ്, യു ആർ ലൈക്ലി ടു സീ സം ബേർഡ്സ് സ്റ്റോക്കിംഗ് അലോങ് സൈഡ് ദ കാറ്റിൽ ടു സീസ് ദ ഇൻസെക്ട്സ് ഡിസ്റ്റർബ്ഡ് ബൈ ദർ മൂവ്മെൻറ്റ്സ് ത്രൂ ഗ്രാസസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സച്ച് ബേർഡ്സ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, കൺട്രി സൈഡ്. ഇത് ഇച്ചിരി ഒരു ട്രിക്കി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണ്? പെയിന്റഡ് സ്റ്റോക്ക്, കോമൺ മൈന, ബ്ലാക്ക് നെക്ഡ് ക്രെയിൻ. ഇതൊക്കെ ചിലപ്പോൾ UPSCയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സംഭവം. അപ്പോൾ ഏതൊക്കെ ബേർഡ്സിനെയാണ് കൺട്രി സൈഡിൽ ലൈക്ലി ടു സീ, കാണാൻ ചാൻസ് ഉള്ളത്? വെൻ ആൻ ആനിമൽ ഈസ് വാക്കിംഗ്, ഇൻസെക്ട് ഡിസ്റ്റർബ് ആവും, ഇത് അതെടുത്ത് തിന്നും. പെയിന്റഡ് സ്റ്റോക്ക് അങ്ങനെ ഇപ്പോൾ കാണുന്നുണ്ടോ? കുറവാണ്. കോമൺ മൈന കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ബ്ലാക്ക് നെക്ഡ് ക്രെയിൻ കൺട്രി സൈഡിൽ ഇപ്പോൾ അങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ ഷുഡ് ബി 2 ഓൺലി ആണ് വരേണ്ടത്. അപ്പോൾ ഇഫ് യു വാക്ക് ത്രൂ എ കൺട്രി സൈഡ്, യു ആർ ലൈക്ലി ടു സീ സം ബേർഡ്സ് സ്റ്റോക്കിംഗ് അലോങ് സൈഡ് ദ കാറ്റിൽ ടു സീസ് ദ ഇൻസെക്ട് ഡിസ്റ്റർബ്ഡ് ബൈ ദർ മൂവ്മെന്റ് ത്രൂ ഗ്രാസസ്. ഏതൊക്കെയാണ് ആനിമൽ വരേണ്ടത്? ആൻസർ ഷുഡ് ബി കോമൺ മൈന. ബാക്കി രണ്ടും ഇപ്പം അങ്ങനെ കാണുന്നില്ല. അപ്പോൾ 2 ഓൺലി എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? 1 and 2, 2 only, 2 and 3, 3 only. ഉണ്ട്. അപ്പോൾ ആൻസർ ഈസ് ബി. 2 only is the right answer. ആൻസർ ഷുഡ് ബി 2 only is the റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് ഏറ്റവും ട്രിക്കി ആയുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ബിക്കോസ് ഇത് നമ്മൾ അത്രയും ഡെപ്ത് ആയിട്ട് വായിക്കാറില്ല. ബട്ട് വെൻ യു റൈറ്റ് മെയിൻസ് എക്സാം, പേപ്പർ ടഫ് ആവുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, വിച്ച് നാഷണൽ പാർക്ക് ഹാസ് എ ക്ലൈമറ്റ് ദാറ്റ് വേരീസ് ഫ്രം ട്രോപ്പിക്കൽ ടു സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ആൻഡ് ആർട്ടിക്? അതിൻ്റെ അർത്ഥം എന്താ? ആ ഒരു നാഷണൽ പാർക്ക് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൗത്തിൽ ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കലും ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേറ്റും ആർട്ടിക്കും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കലും, മുകളിലോട്ട് പോകുമ്പോൾ സി ഗോ ഹൈ ഇൻ ദാറ്റ് നാഷണൽ പാർക്ക് നിങ്ങൾക്ക് എന്ത് കാണാം? ടെമ്പറേറ്റ് ആൻഡ് ആർട്ടിക്, തണുപ്പ് കുറേ കൂടെ കാണാൻ ചാൻസ് ഉണ്ട്. അത് ഏതാണ്? കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. അതെവിടെയാണ്? ദാറ്റ് ഇസ് ഇൻ സിക്കിം. ആയിക്കോട്ടെ, കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ദാറ്റ് ഇസ് ഇൻ സിക്കിം. നന്ദാദേവി നാഷണൽ പാർക്ക് അത് ഉത്തരാഖണ്ഡിലാണ്. ഞാൻ UK എഴുതിയാണ്, ബട്ട് ആൻസർ ഈസ് ഉത്തരാഖണ്ഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതാണ് വരേണ്ടത്? A ആണോ വരേണ്ടത്? B ആണോ വരേണ്ടത്? C ആണോ വരേണ്ടത്? അതോ D ആണോ വരേണ്ടത്? എന്താണ് തോന്നുന്നത്? അപ്പോൾ വിച്ച് നാഷണൽ പാർക്ക് ഹാസ് എ ക്ലൈമറ്റ് ദാറ്റ് വേരീസ് ഫ്രം ട്രോപ്പിക്കൽ ടു സബ് ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ് ആൻഡ് ആർട്ടിക്. അപ്പോൾ താഴേന്ന് മുകളിലോട്ട് പോകുമ്പോൾ തണുപ്പ് കൂടും. ആ നാഷണൽ പാർക്ക് ട്രോപ്പിക്കൽ കാണാം, സബ് ട്രോപ്പിക്കൽ കാണാം, ടെമ്പറേറ്റ് മുകളിലോട്ട് പോകുമ്പോൾ പിന്നെ ആർട്ടിക്കിൻ്റെ ഒരു ഫീല് കിട്ടും. ആൻസർ ഇസ് 10 D. നംദഫ നാഷണൽ പാർക്ക് ഈസ് ദ റൈറ്റ് ആൻസർ. 10 ആൻസർ ഈസ് D. നംദഫ നാഷണൽ പാർക്ക് ഈസ് ദ റൈറ്റ് ആൻസർ. അവിടെയാണ് ഇങ്ങനത്തെ ഒരു വേരിയേഷൻ കാണപ്പെടുന്നത്. വേർ ഈസ് നംദഫ നാഷണൽ പാർക്ക് എന്ന് കണ്ടാൽ അതെവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ അരുണാചൽ പ്രദേശ്. 10ന്റെ ആൻസർ അത് തന്നെയാണോ? യെസ്, നംദഫ നാഷണൽ പാർക്ക് അതെവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ്, അവർ സയന്റിസ്റ്റ് ഹാവ് ഡിസ്കവേർഡ് എ ന്യൂ ആൻഡ് ഡിസ്റ്റിങ്ക്ട് സ്പീഷീസ് ഓഫ് എ ബനാന പ്ലാന്റ് which attains a height of about 11 meters and has an orange colored fruit pulp. In which part of India it has been discovered? ഇത് ഇച്ചിരി പഴയ ചോദ്യമാണ്. ഞാൻ പറയുന്നത് ഇതുപോലത്തെ ചില ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സുമായിട്ട് ചോദിക്കാം.
ഇതൊരു UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും സംതിങ് എൻവോൺമെൻറ്റ് എന്തെങ്കിലും കണ്ടുപിടിക്കുവാണെങ്കിലോ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ബേസിൽ വരുവാണെങ്കിലോ നിങ്ങളിത് പഠിച്ചു വെക്കണം, എക്സാമിൽ ചോദിക്കാം. അപ്പോൾ അതിനൊരു ടൈപ്പ് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അവർ സയൻറ്റിസ്റ്റ് ഹാവ് ഡിസ്കവേർഡ് എ ന്യൂ ആൻഡ് ഡിസ്റ്റിങ്ക്ട് സ്പീഷീസ് ഓഫ് ബനാന പ്ലാന്റ്. കണ്ടോ, ബനാന പ്ലാന്റ് which attains a height of about how many meters? 11 meters and has a orange colored fruit pulp. അത് എവിടെയാണ് ഉള്ളത്? അണ്ടമാൻ ഐലൻഡ്സ്, അന്നമലൈ ഫോറസ്റ്റ്, മൈക്കൽ റേഞ്ച്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ്. എവിടെയാണ് ഇത് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ആൻസർ ഇസ് 11A, അണ്ടമാൻ ഐലൻഡ്സ്. അപ്പോൾ എന്താണ്? ഡിസ്റ്റിങ്ക്ട് സ്പീഷീസ് ഓഫ് വാട്ട് പ്ലാന്റ്? ബനാന പ്ലാന്റ് which attains a height of about how many meters? 11 meters and has a orange colored fruit pulp. അപ്പോൾ ദീസ് ആർ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദേ മൈറ്റ് ആസ്ക്. എവിടെയാണ്? അണ്ടമാൻ ഐലൻഡ്സിലാണ്. എവിടെയാണ്? ട്രോപ്പിക്കൽ കൃഷ്ണനാല റെയിൻ ഫോറസ്റ്റ് ഓൺ ദ ലിറ്റിൽ അണ്ടമാൻ ഐലൻഡ്സ്. അവിടെയാണ് ഇത് കണ്ടെത്തിയത്. ട്രോപ്പിക്കൽ കൃഷ്ണനാല റെയിൻ ഫോറസ്റ്റ് ഓൺ ലിറ്റിൽ അണ്ടമാൻ. അപ്പോൾ എന്താണ് കണ്ടെത്തിയത്, എവിടെയാണ് കണ്ടെത്തിയത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെ വേണമെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ മെയിൻസിൽ കുറേ കൂടെ എൻവോൺമെൻറ്റ് ജോഗ്രഫി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.